പറഞ്ഞതും തമ്മിൽ ഒരു താരതമ്യ പഠനം ഇവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും ഒന്നല്ലല്ലോ, എവിടെയൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ ആ ചില പോയിന്റുകൾ എല്ലാം ഇത് തന്നെയാണോ? ഒരു മാറ്റമില്ല, രണ്ടും ഒരേപോലെ തന്നെയാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. അടുത്ത കാര്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രാൻസ്പോർട്ട് ബസ് എങ്ങനെ സ്റ്റാൻഡിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാട്ടോ. എങ്ങനെ അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ കൊള്ളാം. നമ്മളിവിടെ ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ട് ഓപ്ഷൻ ഉള്ളത്. ക്യാമ്പ് ഷെഡ് റോഡിലേക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വണ്ടി ക്യാമ്പ് ഷെഡ് റോഡിൽ കയറിയിട്ട് ഉടനെ തന്നെ റൈറ്റ്, ഇപ്പോ ഒരു വഴിയുണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്കുള്ള, ആ വഴി കൂടെ തന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് കയറുക. ശരി. ഇറങ്ങി പോകേണ്ട കാലടി സൈഡിലേക്ക് പോകേണ്ട വണ്ടി ഈ ക്യാമ്പ് ഷെഡ് റോഡിലേക്ക് തന്നെ ഇറങ്ങണം. ആലുവയ്ക്ക് പോകേണ്ട വണ്ടി അതിലേക്ക് ഇറങ്ങണ്ട, തിരിച്ച് ഈ NH-ലോട്ട് ഇറങ്ങിയിട്ട് ഫ്രീ റൈറ്റ് എടുത്ത് ക്യാമ്പ് ഷെഡ് റോഡിൽ കൂടെ പോവാം. ക്ലിയർ ചെയ്യണം. അതെ, റൈറ്റ് എടുക്കാം, അത് മനസ്സിലായി. അതേ വഴി തന്നെ ഇറങ്ങിയിട്ട് ക്യാമ്പ് ഷെഡ് റോഡിൽ കൂടെ തന്നെ വന്നിട്ട് അതിലെ പോകും. ഓക്കെ, അത് സമ്മതിച്ചു. ആലുവയിൽ തന്നെ വണ്ടി എന്ത് ചെയ്യും? പോവാ. എവിടെ? നമ്മുടെ സിഗ്നലിന്റെ എവിടെ വെച്ച് പ്രത്യേകം അടക്കും? മീഡിയൻ ഇല്ല. അപ്പൊ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ചിട്ട് റൈറ്റ് എടുത്ത് ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് പോകണം. കാലടിന്ന് പറഞ്ഞ ട്രാക്കിലേക്ക് പോകണം. കാലടിക്ക് പോകേണ്ട വണ്ടികളെല്ലാം പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും റൈറ്റ് ട്രാക്ക് പിടിക്കണം. അവിടെ ഇങ്ങോട്ട് തിരിക്കാന്ന് അല്ലെ? അപ്പൊ തൃശ്ശൂർക്ക് നേരിട്ട് പോകേണ്ട വണ്ടികൾ ആ ട്രാക്കിൽ കൂടെയും, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കയറേണ്ട വണ്ടിക്ക് അവിടെ വെച്ച് റൈറ്റ് എടുത്ത് ഈ ട്രാക്കിലേക്ക് കയറാമെന്ന്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഒരു സൈഡുള്ളൂ എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായി. ഈ സിഗ്നലിൽ ഈ ട്രാക്കിലേക്ക് കിടക്കാൻ പറ്റുമെന്നുള്ളായിരുന്നു സംശയം. ഈ സിഗ്നൽ മുതല് മറ്റേ TB ജംഗ്ഷൻ വരെ രണ്ട് സൈഡിലും അങ്ങോട്ട് മാത്രമേ ട്രാഫിക് ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലായത്, കാലടിയിൽ നിന്ന് വന്ന വണ്ടികൾ മാത്രം ഈ ലെഫ്റ്റ് പിടിച്ചു പോവുകയും ആലുവയിൽ നിന്ന് വന്ന വണ്ടികൾ റൈറ്റ് പിടിച്ചു പോകുന്ന നേരെയാണ് പോകുന്നതാണ് വിചാരിച്ചത്. അപ്പൊ ആലുവയിൽ നിന്ന് വന്ന വണ്ടികള് ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് റൈറ്റ് എടുക്കാൻ പറ്റും. റൈറ്റ് എടുത്ത് ഈ പാത്തിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായി, ക്ലിയറായി. എന്തായാലും ഈ ഓണക്കാലത്ത് ഇത് മുഴുവൻ പ്രാവർത്തികമാകുമെന്ന് നമുക്ക് വിശ്വാസമില്ല. പക്ഷെ ഞങ്ങൾ കൂടെ നിൽക്കും. അവര് നാട്ടിൽ നടക്കുന്ന ഒരു വികസനത്തിന്റെ കൂടെ വ്യാപാരികൾ നിൽക്കുന്ന ഉറപ്പ് വരുന്നു.